പക്ഷേ ഈ ഈ വാർത്തയെന്ന് പറയുന്നത് നമുക്കിത് കേട്ടാൽ എന്താ സംഭവം എന്ന് തോന്നുന്നു. അതായത് ഇമ്രാൻ ഖാൻ പാകിസ്ഥാനിലെ അഡിയാല ജയിലിലാണ്. നിലവിൽ അദ്ദേഹം അവിടെയാണ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഇമ്രാൻ ഖാൻ തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് പ്രവർത്തിച്ചു എന്നാണ് മാധ്യമപ്രവർത്തകയോട് അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞത് ഇമ്രാൻ ഖാന്റെ ട്വിറ്റർ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യ ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പറയുന്നു അദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യ ആണോ അത് കൈകാര്യം ചെയ്യുന്നത്, അതോ ഇമ്രാൻ ഖാനാണോ? അപ്പൊ ഇമ്രാൻ ഖാൻ ഇപ്പൊ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇതിന് ഉത്തരം പറയാൻ കഴിയാതെ അദ്ദേഹം വെട്ടിലായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ ന്യൂസ് പുറത്തു വരുന്നത്. എന്താണ് ഇതിന്റെ? പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയാണ് ഖോജ ആസിഫ്, പ്രതിരോധ മന്ത്രി. അദ്ദേഹത്തോടാണ് ഈ പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ മെഹ്ദി ഹസനുമായുള്ള അഭിമുഖത്തിലാണ് അവരോട് തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയാണ്, ഇന്ത്യയോടാണ് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കാനുള്ള, ഞങ്ങളല്ല എന്ന്. അതെന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ അഭിമുഖത്തിൽ പറയുന്നു അദ്ദേഹം അഡിയാലയിലെ ജയിലിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ഇമ്രാൻ ഖാൻ ജീവിച്ചിരിപ്പുണ്ട്? അതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, ഇമ്രാൻഖാൻ അങ്ങനെ ജീവനിൽ അപായം ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം എളുപ്പമല്ല. തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പാകിസ്ഥാനിൽ ഒരു വളരെ ജാഗ്രതയിലാണ്. പാകിസ്ഥാൻ്റെ ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇമ്രാൻഖാൻ ഇത് രണ്ടും നന്നായിട്ട് അറിയാം. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഈ രണ്ട് പാർട്ടികളും, നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയും ബേനസീർ ഭുട്ടോയുടെ പാർട്ടിയും, ഈ രണ്ട് പാർട്ടികളുടെയും ഗുണവും ദോഷവും സകല രഹസ്യങ്ങളും ഇമ്രാൻഖാൻ അറിയാം. തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി രണ്ടുമല്ലാത്ത ഒരു ശക്തിയായിട്ട് അധികാരത്തിൽ വന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് സൈന്യവുമായിട്ട് നല്ല ബന്ധവുമാണ്. അപ്പോൾ അദ്ദേഹത്തെ അപായപ്പെടുത്താനൊന്നും എളുപ്പമല്ല, അദ്ദേഹം ഉണ്ടാവും. പിന്നെ ഈ ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു അവരോട് പറഞ്ഞ ഉത്തരത്തിലുള്ള വൈരുദ്ധ്യമാണ് അവർ ചോദ്യം ചെയ്തത്. അതായത് കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ ഇന്ത്യയാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പാകിസ്ഥാനിൽ ജനങ്ങളെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല ഏർപ്പാടാണല്ലോ. ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ ചാരനാണ്, നമ്മൾ പറയുമല്ലോ അങ്ങനെ. നമ്മളിപ്പോൾ എപ്പോഴും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അയാൾ പാകിസ്ഥാൻ്റെ, അതൊരു രാഷ്ട്രീയ പ്രയോഗം എന്ന നിലയിൽ പറഞ്ഞതായിരിക്കും. കാരണം ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാൻ ജനതയെ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഒരാൾ ഇന്ത്യയുടെ ചാരനാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയാണ് പാകിസ്ഥാൻ്റെ കൺകണ്ട ശത്രു. പാകിസ്ഥാൻ്റെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെയാണ് കേട്ടോ, പാകിസ്ഥാൻ ജനതയുടെയേ അല്ല. പാകിസ്ഥാൻ ജനതയിൽ സാമാന്യ ജനങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യ വിരുദ്ധമായൊരു വികാരം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സങ്കടമേ ഉള്ളൂ അവർക്ക്. വിഭജിക്കപ്പെട്ടതിൽ സങ്കടമാണ്, അവരുടെ വേരുകളൊക്കെ പറിച്ചെറിഞ്ഞ് ഓടേണ്ടി വന്നതിൻ്റെ സങ്കടമേ ഉള്ളൂ. ബന്ധുജനങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് പോരേണ്ടത്. ഈ വിഭജനത്തിൽ പങ്കാളികളായ കുടുംബത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലും വിഭജനത്തെ അനുകൂലിക്കുന്നവരില്ല. പാകിസ്ഥാനെ അനുകൂലിക്കുന്നവർ കുറവായിരിക്കും താരതമ്യേന. പക്ഷേ ചോദ്യം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇമ്രാൻഖാൻ ഇന്ത്യയുടെ പാവയാണ്, ഇമ്രാൻഖാൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഇന്ത്യയുടെ കയ്യിലാണ് എന്ന്, അതൊക്കെ എന്ത് ദുർബലമായ ആരോപണം, ആരെങ്കിലും ആരോപിക്കാൻ പാടുണ്ടോ? എന്നിട്ട് ഇപ്പോൾ പറയുന്നു പിന്നെ ഇമ്രാൻഖാൻ ജയിലിലിരുന്ന് എഴുതിയതാണ്. ഇത് രണ്ടിലും ഒരു കാര്യത്തിൽ രണ്ടും അല്ലാത്ത സത്യം ഉണ്ടല്ലോ. നമുക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയാവുന്നത്, ഈ ഇമ്രാൻഖാൻ രാഷ്ട്രീയ തടവുകാരനാണ്. രാഷ്ട്രീയ തടവുകാർക്ക് മറ്റൊരു കുറ്റം പ്രത്യേക പരിഗണന കിട്ടും, പ്രത്യേക സെല്ല് കിട്ടും, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും, എല്ലാ രാജ്യവും കൊടുക്കുന്നേ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാഷ്ട്രീയ കേസിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്താൽ പോലും രാഷ്ട്രീയമായ പരിഗണനയും മര്യാദയും ബഹുമാനമൊക്കെ കൊടുക്കും. രാഷ്ട്രീയ തടവുകാർക്ക് എന്നും അത് കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കുകയും ചെയ്യും. കാരണം അവർ രാജ്യത്തിന് വേണ്ടി പൊരുന്നവരാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും രണ്ട് മാർഗത്തിലാണ്, നമുക്ക് വിയോജിപ്പുണ്ടാവും. അപ്പോൾ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ മുൻ പ്രധാനമന്ത്രി ഈ ഇമ്രാൻഖാന്, മാത്രമല്ല അദ്ദേഹം ക്രിക്കറ്ററുമാണല്ലോ, അതിൻ്റെ ഒരു ബഹുമാനം ലോകം മുഴുവൻ, ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബഹുമാനം അദ്ദേഹത്തിന് പാകിസ്ഥാനികൾ പ്രത്യേകിച്ചും കൊടുക്കും, എല്ലാ പാർട്ടിക്കാരും കൊടുക്കും. ഇമ്രാൻഖാനെ വ്യക്തിപരമായി ഉപദ്രവിക്കാനും വകവരുത്താനും ഫിനിഷ് ചെയ്യാനും ഒക്കെ ഈ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അത്ര മാനസിക ഒരു വിശാലത ഷഹബാസ് ഷെരീഫിനുണ്ടോ? പക്ഷേ അല്ല, ഷഹബാസ് ഷെരീഫിന് ഇല്ലെങ്കിൽ തന്നെ മണ്ടത്തരം കാണിക്കാൻ പോവില്ലല്ലോ. മണ്ടത്തരം കാണിക്കാൻ പാടില്ല എന്ന് അവിടുത്തെ ഇൻ്റലിജൻസും പോലീസും വിവരമുള്ളവരും ഒക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അങ്ങനെ അപ്പോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇമ്രാൻഖാനെ വകവരുത്താനാണെങ്കിൽ എത്ര കാലമായി ജയിലിൽ കിടക്കുന്നു? 2 കൊല്ലത്തിലേറെയില്ലേ? ഇമ്രാൻഖാനെ എപ്പോൾ ആണെങ്കിലും വകവരുത്തിക്കൂടെ? അതൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇനി വകവരുത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പ്രത്യേകിച്ചും സാധ്യമല്ല. ഇപ്പോൾ ജനാധിപത്യ ഭരണകൂടമാണ്. പിന്നെ പാകിസ്ഥാൻ്റെ ഒരു ഭീഷണി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ജനാധിപത്യമെങ്കിൽ നാളെ പട്ടാള ഭരണം.
മറ്റന്നാൾ വീണ്ടും ജനാധിപത്യം. അതാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി. അതുകൊണ്ട് എപ്പോൾ പട്ടാള ഭരണം വരും എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മുനീർക്ക് അവിടെ ശക്തിയായിട്ട് നിൽക്കുകയാണ്. അസീം മുനീർ, അസീം മുനീർ ഉണ്ടല്ലോ, അദ്ദേഹം മൂപ്പര് എന്താണ് ഫീൽഡ് മാർഷൽ, മറ്റേ അതെ പാകിസ്ഥാനായിട്ട് ഫീൽഡ് ജയിച്ച മാർഷൽ എന്ന് പറഞ്ഞാൽ അവരുടെ സുപ്രീം കമാൻഡർ. അതേപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കൊടുത്ത പദവിയാ. അതെ അത് കൊടുക്കുമല്ലോ. കാരണം എന്തിനാ കൊടുക്കുന്നത്? ഈ രാജ്യത്തെ രക്ഷിക്കുന്നത്, എന്താ പറഞ്ഞതിന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്തെ രക്ഷിക്കുന്നത് ഞാനോ എൻ്റെ പട്ടാളമോ അല്ലേ, ഈ രാജ്യത്തെ രക്ഷിക്കുന്നത് ഈ ഭീകരവാദികളാണേ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവന് കൊടുക്കണ്ടല്ലേ ഫീൽഡ് മാർഷൽ. മാത്രമല്ല അദ്ദേഹത്തിന് താല്പര്യങ്ങൾ വേറെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അദ്ദേഹത്തിന് ഈ ഭീകരവാദികളുടെ കൂടി പിന്തുണയോടെ അമേരിക്കയെ ചെന്ന് കണ്ട് സുക്കൂത്തായിട്ട് പറഞ്ഞാണല്ലോ ചില താല്പര്യങ്ങൾ. ആ താല്പര്യം എന്തായിരിക്കും? പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ ശരിയല്ല, രാഷ്ട്രീയക്കാർ മുഴുവൻ കുഴപ്പക്കാരാണ്, അവരെ സൂക്ഷിക്കണം, അവർക്ക് ഭരിക്കാൻ അറിഞ്ഞുകൂടാ, അവർക്ക് ശേഷിയില്ല, അവർ ദുർബലരാണ് എന്ന് വരുത്തിയിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭരണഘടന പ്രകാരം ഏത് സമയത്തും പട്ടാളത്തിന് ഭരണം ഏറ്റെടുക്കാം. ഇന്ത്യ അല്ലല്ലോ പാകിസ്ഥാൻ. അതുകൊണ്ട് അവിടെ അസീം മുനീറിൻ്റെ ഒരു താല്പര്യത്തിന് കൂടി സാധ്യതയുണ്ട്. ഇനി അഥവാ പട്ടാളത്തിന് അവിടെ പട്ടാള ഭരണം വന്നു കഴിഞ്ഞാൽ സിയാവുൽ ഹക്കിനെ പോലെ, ജനറൽ പർവേസ് മുഷറഫിനെ പോലെ ഒക്കെ പട്ടാള ഭരണത്തിൻ്റെ നേരിട്ടുള്ള ഭരണം വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഈ ഇമ്രാൻഖാൻ ജയിലിലാണെങ്കിൽ അപ്പോൾ ജയിലിലിരിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ എപ്പോൾ ആരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയ തടവുകാർക്ക് നല്ല സൗകര്യങ്ങൾ ഏത് ജയിലിലും കിട്ടും. ഇമ്രാൻഖാൻ പ്രത്യേകിച്ചും കിട്ടുന്നുണ്ടാവും. മുൻ പ്രധാനമന്ത്രിയാണല്ലോ, ചെറിയ പോസ്റ്റ് അല്ലല്ലോ. അപ്പോൾ സാധാരണ കുറ്റവാളികളെ പോലെ മൊബൈൽ ഫോണും ബാഹ്യബന്ധങ്ങളും മനുഷ്യരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആരെയും കാണാനുള്ള സൗകര്യങ്ങളും ഒക്കെ കട്ട് ചെയ്തിട്ട് ഭീകരമായി ഇരുട്ടറയിലൊന്നും ഇടൂല. ആ സൗകര്യങ്ങൾ ഇമ്രാൻഖാനും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇമ്രാൻഖാൻ ട്വീറ്റ് ചെയ്യുന്നുണ്ടാവും, ഇമ്രാൻഖാൻ ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ടാവാം. അണ്ടിലനല്ല അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടാവും. പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് എന്തൊക്കെ വിയോജിപ്പുള്ളപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ചെയ്യുന്നത് പോലെ ഇന്ത്യക്കെതിരായി ട്വീറ്റ് ചെയ്യുക, ഇന്ത്യക്കെതിരായി പ്രസംഗിക്കുക, അങ്ങനെയുള്ള നിലപാടിലേക്കൊന്നും ഇമ്രാൻഖാൻ പോകാനിടയില്ല. കാരണം അദ്ദേഹം ജയിൽ നിയമങ്ങൾ പാലിക്കണം. ജയിൽ നിയമങ്ങളിൽ അദ്ദേഹത്തിന് നിയമം ഉണ്ടാവും. എന്താണ്? ഭരണകൂടത്തെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിമർശിക്കാൻ പാടില്ല. അതൊക്കെ പാലിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് അദ്ദേഹം പറയേണ്ട ഉത്തരം സത്യസന്ധമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം എന്തിനാണ് തപ്പിക്കളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കഴിഞ്ഞ പ്രാവശ്യം നുണ പറഞ്ഞുകൊണ്ടായിരിക്കും, ഇന്ത്യക്കെതിരായി നുണ പറഞ്ഞുകൊണ്ടായിരിക്കും. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. പാകിസ്ഥാൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി വന്നാലും, ഈ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് വന്നാലും, നവാസ് ഷെരീഫിൻ്റെ ഈ ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടി ആരധികാരത്തിൽ വന്നാലും പാകിസ്ഥാൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാന ഘടന. എനിക്ക് തോന്നുന്നു അടിസ്ഥാന ഘടനയിൽ ആവശ്യമില്ലാത്തൊരു ഘടകമാണ് ഈ മതം. മതം നമ്മളെ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു രാജ്യം മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. മതമല്ല, മനുഷ്യനാണ് നയിക്കുക. മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2047 ഇന്ത്യ വികസിത ഇന്ത്യയായിരിക്കും. ആരാണ് വികസിപ്പിക്കുക? ദൈവം വന്ന് വികസിപ്പിക്കുന്നതല്ലല്ലോ നമ്മളെ ഗവൺമെൻറ് പറയുന്നത്. ഈ മക്കൾ വികസിപ്പിക്കും. നമ്മുടെ യുവതലമുറ വികസിപ്പിക്കും. നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങൂ, നിങ്ങൾ ലോകത്തോട് മത്സരിക്കൂ, നിങ്ങൾ സ്വദേശി സോഷ്യൽ മീഡിയ ഉണ്ടാക്കൂ. ഇപ്പോൾ കണ്ടില്ലേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഉദാഹരണങ്ങൾ. അപ്പോൾ ഞാൻ പറയാം, അതാണ് മനുഷ്യനിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഒരു ജനതയെ ചേർത്ത് നിർത്താൻ ഒരു ഭരണകൂടത്തിന് പറ്റിയാൽ ആ രാജ്യം മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ അധോഗതിയാണ്, ഒരു സംശയവുമില്ല. അതിപ്പോൾ ഇമ്രാൻഖാനെ തുറന്നു വിട്ടാലും, ഇനി നാളെ നവാസ് ഷെരീഫ് അകത്ത് പോയാലും, വീണ്ടും അകത്ത് പോയാലും, ഇവരൊക്കെ നാട് വിട്ട് വല്ല ലണ്ടനിലോ ദുബായിലൊക്കെ പോയി സുഖവാസം നടത്തിയാലും ഒന്നും പാകിസ്ഥാൻ രക്ഷപ്പെടില്ല. പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി മാറണം. അവർക്കൊരു ഓപ്ഷൻ കൊടുക്കാം നമുക്ക്. അഖണ്ഡ ഭാരതം വന്നാൽ ഞങ്ങളൊക്കെ ഇതാ ഇന്ത്യയോട് ചേരുന്നതെന്ന് പറഞ്ഞിട്ട് വന്ന് ചേർന്നോട്ടെ. വേറെ ഒരു രക്ഷയും അവർക്ക് തൽക്കാലം അവരുടെ മുമ്പിലില്ല.